ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കെ.എസ്.ആർ.ടി.സി എടുത്തോണ്ട് ഇങ്ങനെ ഒരു ഓട്ടത്തിന് ഇറങ്ങിയായിരുന്നു. അപ്പം ഇറങ്ങിയ വഴിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വണ്ടി ഒന്ന് തട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. എന്തായാലും നമ്മൾ കെ.എസ്.ആർ.ടി.സി ആണല്ലോ ഓടിച്ചത്. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ അകത്ത് പോകേണ്ട സീനായിരുന്നു. എന്തായാലും ഞാനിപ്പം നമ്മൾ സ്റ്റിൽ ഓട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ നിർത്തിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഹൈവേയിലാണ് കേട്ടോ. ഹൈവേയിൽ സാധാരണ ഇങ്ങനെ നിർത്താൻ പാടുള്ളതല്ല. പിന്നെ നമ്മുടെ കെ.എസ്.ആർ.ടി.സിക്ക് അങ്ങനെ നിയമവും കാര്യങ്ങളും ഒന്നും ബാധകമല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ബസ്സൊക്കെ മുട്ടിയില്ലാന്നും പറഞ്ഞാണ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി എത്തിക്കണം. എന്തായാലും എൻ്റെ ആ ഒരു സ്പീഡ് കാരണം നമ്മൾ കുറേ നേരത്തെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ വേണം നമുക്ക് അവിടെ ചെല്ലാനായിട്ട്. നേരത്തെയും പോകാനായിട്ട് പാടില്ല, താമസിച്ചും പോകാനായിട്ട് പാടില്ല. അപ്പം ആ ഒരു ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. റെസ്റ്റ് എടുക്കുന്നവർക്ക് റെസ്റ്റ് എടുക്കാം, അങ്ങനൊരു സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും നേരെ അങ്ങോട്ട് നോക്കുമ്പം അവിടെ നമുക്ക് ഈ ഒരു ടോളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ടോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ എന്തായാലും വണ്ടിക്കകത്ത് കയറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് കത്തിച്ച് വിടാം. മാപ്പ് എടുത്ത് നോക്കുമ്പം കണ്ടോ, അങ്ങ് വരെ നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകണം. അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോയേക്കാം. ഇപ്പം ഞാൻ നോർമൽ റോഡ് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹൈവേ കിട്ടിക്കഴിയുമ്പം നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഈ ഒരു റൂട്ടിൽ അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത് ചെറിയൊരു ഇതുവഴിയാണ്. ഇതുവഴി സൈഡിൽ കൂടെ കയറി പോകാൻ പറ്റുമോ? സൈഡിൽ ഓക്കെ. ആ വണ്ടി എന്തായാലും പോയി. ഓക്കെ, നമുക്കെന്താ കയറി പോകാൻ പറ്റാത്തത്? അവരെന്താ കയറ്റി വിടാത്തത്? ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്. ഇവന്മാരൊക്കെ എന്ത് നോക്കിയാണ് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ തിരിച്ച് ബാക്ക് എടുത്ത് പോകേണ്ട വരും. ഓക്കെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതെന്താണ് സീന്? നമ്മൾ ക്യൂ നിൽക്കാത്തത് കൊണ്ടാണോ ഇനി കയറ്റി വിടാത്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ഗവൺമെൻറ്റിൻ്റെ വണ്ടി ആയാലും നമുക്ക് സീൻ വരും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് റിവേഴ്സ് എടുത്ത് അങ്ങ് പോയേക്കാം. എന്തായാലും വെറുതെ ചമ്മിപ്പോയി ഗൈസ്. നമ്മൾ നേരായ വഴി കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ആവശ്യമില്ലാണ്ട് പോയി ഇപ്പം ഏറ്റവും ബാക്കിലായ അവസ്ഥയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടില്ല. എന്തായാലും നമ്മുടെ അങ്ങനെ പോയ വണ്ടികളെല്ലാം ഞാനിപ്പം ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൈസയൊന്നും കൊടുക്കേണ്ട വരത്തില്ല. നമുക്ക് ഈ ഗ്ലാസ് അങ്ങ് തുറന്നേക്കാം. ഇന്നോവ ക്രിസ്റ്റ ഒന്ന് എടുത്തോണ്ട് പോ. ഇന്നോവ ക്രിസ്റ്റ അല്ലേ? അതെ, ഇന്നോവ ക്രിസ്റ്റ. ഓക്കേ, ഇതെന്താ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അവരാണെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഒന്നും കാണിക്കുന്നുമില്ലല്ലോ. ഇതിപ്പം ഞാൻ എങ്ങനെ പോകാനാ? ഞാൻ അപ്പുറത്തെ സൈഡൊന്ന് പിടിച്ച് നോക്കട്ടെ. അപ്പുറത്തെ സൈഡാണെങ്കിൽ ഭയങ്കര ക്യൂ. ഷടാ, ഞാൻ എന്തായാലും ഇവിടെ ഇനി നമുക്ക് കയറി പോകാനായിട്ട് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റിവേഴ്സ് എടുത്ത് അങ്ങനെ ഒന്ന് പോട്ടെ. ഇവിടെ ഇപ്പം മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണല്ലോ. ഇതിപ്പം ഞാൻ അങ്ങനെ കയറി പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ. അങ്ങനെ കയറിപ്പോയതുകൊണ്ടാണ് ആ ഒരു പണി കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് ഇടയ്ക്കൂന്നെങ്ങാനും കയറാം. ഇടയ്ക്കൂന്ന് വല്ലതും കയറുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. കൂടെ എന്നാൽ അവർ കയറി വിളിക്കുക, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. നമുക്ക് ഇടയ്ക്കൂടെ അങ്ങ് പോയേക്കാം. കാറേലൊന്നും മുട്ടാതെ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം ഈ ഒരു ട്രക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ അങ്ങ് ചേർത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോള് വർക്കായില്ലെങ്കിൽ നമ്മൾ തേങ്ങി പോകുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇത് വർക്കാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധാരണ ടോളിലൊക്കെ വന്നു കഴിയുവാണെങ്കിൽ ഇതിലും ടൈം എടുക്കുന്നതാണ്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണല്ലോ എന്നും വെച്ചങ്ങ് കയറി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് കയറി പോകാനായിട്ട് പറ്റിയില്ല. ഈ വണ്ടികളെല്ലാം കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് എനിക്ക് മാത്രം കയറി പോകാൻ പറ്റാത്തത്? അവരെന്തായാലും അത് അടയ്ക്കട്ടെ, അടച്ചിട്ട് കയറി പോവാം. ഓക്കെ, എന്തായാലും അടച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഫ്രീ ആണ് കണ്ടോ. നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട്. എന്തായാലും ഒന്ന് പെട്ടെന്ന് കയറി പോകാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് നടന്നില്ല കേട്ടോ. അതാണ്, നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുവാണെങ്കിൽ അത് എക്കാലവും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് നേരായ വഴി കൂടെ തന്നെ പോകണം കേട്ടോ. അപ്പം ഞാനിപ്പം നേരായ വഴി കൂടെ ആദ്യം ഞാൻ ഒന്ന് കള്ളത്തരം കാണിക്കാൻ നോക്കി, അതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പം നേരായ വഴി കൂടെ വന്നപ്പം എനിക്കത് സക്സസ് ആയി. അപ്പം എന്തായാലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് കുറേ ആൾക്കാർ പോയായിരുന്നു. അവരെയെല്ലാം ഞാനിപ്പം പിടിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ എന്തായാലും വണ്ടികളൊന്നും വരത്തില്ല കേട്ടോ. നമുക്ക് അതുവഴി അങ്ങ് കയറി പോയേക്കാം. അതുവഴി കയറാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ ഓടിക്കുന്നത് KSRTC ആയതുകൊണ്ട് ഇതുവഴി വേണമെങ്കിലും കുത്തിക്കയറ്റിക്കൊണ്ട് പോകാമല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാണ്. ബാക്കിയുള്ളവർ കേസ് ഇതുവഴി വണ്ടി ഓടിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈൻ വരുന്നതായിരിക്കും. ഈ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി എന്താ പറയുക, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും ലൈക്ക് അതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുവഴി വണ്ടി ഓടിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഓടിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നോ ഗൈസ്, അവിടെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കേട്ടോ. എന്തായാലും നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് അങ്ങ് വിട്ടു പോയേക്കാവേ. അപ്പോൾ ഇവിടുന്നെങ്ങാണ്ട് നമുക്ക് ലെഫ്റ്റ് കയറണം. അപ്പോൾ അതേതാ വഴിയെന്ന് മാപ്പിൽ നോക്കുമ്പം ഓക്കെ, ഈ വഴിയാണ് കേട്ടോ നമുക്ക് ലെഫ്റ്റ് കയറേണ്ടത്. നേരെ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അവിടെ എന്തോ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതെന്തിനാണ് ക്ലോസ് ചെയ്തേക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പം നേരെ കോയമ്പത്തൂരാണ് പോകുന്നത്. വണ്ടിയിൽ കോയമ്പത്തൂർ എന്നാണ് ബോർഡ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ കോയമ്പത്തൂരായിരിക്കുമല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്ട് ഇവിടെ നമുക്കൊരു വളവാണ് വരുന്നത്. ഈ വളവിൽ ഈ ഒരു സൈഡിൽ കൂടെ കയറുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇത്രയും വലിയൊരു വണ്ടിയല്ലേ. ഇടിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. വേറെ വണ്ടിക്കാർക്കേ പറ്റത്തുള്ളൂ. പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിർത്താനൊന്നും പോകത്തില്ല. അത് വേറെ കാര്യം. നമ്മൾ KSRTC ആണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ വേറെ വണ്ടിക്കൊക്കെ തട്ടും മുട്ടും ഒക്കെ പറ്റും. അതൊക്കെ അത്രേ ഉള്ളൂ. ആ ഒരു വൈബിൽ എടുക്കുവാണെങ്കിൽ തെറ്റാണ്. ഇപ്പം നമുക്കെന്തായാലും ഞാൻ വിചാരിച്ചത് കേസ് ഈ ഒരു റൂട്ട് നമുക്കൊരു 200 കിലോമീറ്റർ കയറണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല തിരക്കുള്ളത് കാരണം നമുക്ക് 200 കിലോമീറ്റർ പ്ലസ് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇപ്പം നമുക്ക് 150 ഇപ്പം 150 145 48 49 50 കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ 200 ടാസ്ക്കാണ്. അത് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. വേറെ നമ്മുടെ സെഡാസ്ത്ര വല്ലതും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ 200 കയറിയേനെ. സെഡാസ്ത്രയ്ക്ക് ആ ഒരു പവറുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു പവറില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്ക്. പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇതുപോലൊരു ബസ് എടുത്തിടുവാണെങ്കിൽ നൈസാണ് കേട്ടോ. ഇതിൻ്റെ ചെയ്സ് കിട്ടിയിരുന്നെങ്കിൽ നൈസായിരുന്നു. പിന്നെ ബോഡി നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം നല്ല റോഡ് കേട്ടോ. നമുക്ക് നല്ല അടിച്ച് വിടാനായിട്ട് പറ്റുന്ന റോഡ് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സൂപ്പർ കാർ കൊണ്ടുവന്നിട്ട് നമുക്കൊരു പൊളി പൊളിക്കണം. ഓക്കെ, അതെൻ്റെ അടുത്ത ടോള് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല ഗൈസ്. ഞാൻ നേരായ ഇതിൽ കൂടെ തന്നെ അങ്ങ് പോവുകയാണ്. ഇവിടെ പിന്നെ നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തില്ല, നമുക്ക് ഫ്രീ ആണ്. സാധാരണ നോർമൽ ഒരു വണ്ടിയിൽ വരുവാണെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്തായാലും ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. എന്താണ്ട് ഈ ഒരു വണ്ടിയുടെ ഗ്ലാസിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയേ, അതെങ്ങനെയാണ് ഗൈസ് ചളുങ്ങി അങ്ങനെ ആയത്. എൻ്റെ പൊന്നോ, ഞാൻ ഒരു ദിവസം ഈ ഒരു വണ്ടി എടുത്തുള്ളൂ. വണ്ടി ഈ പരിവായി. അപ്പോൾ 2-3 ദിവസമൊക്കെ വണ്ടി എൻ്റെ കയ്യിൽ ഇരിക്കുവാണെങ്കിലുള്ള അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനിയും സ്ട്രൈറ്റ് റോഡ് തന്നെയാണോ വരുന്നത്? മാപ്പ് നോക്കട്ടെ. മാപ്പ് നോക്കുമ്പം ഓക്കെ, നമുക്ക് ലോഡിംഗ് മാപ്പ് വരുന്നുണ്ടേ. ലോഡിംഗ് മാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറൊരു റൂട്ടിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കുമ്പോഴും ഇതും ഒരു ഹൈവേ പോലാണ്. പക്ഷേ ഇതൊരു കാടിൻ്റെ ഇടയിൽ കൂടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വണ്ടികൾ കയറി പോകാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. നേരെ എന്താണ് അവിടെ എന്താണ് ആ ഒരു സംഭവം കാണുന്നത്? ഇത് മറ്റേ ഓക്കെ, എനിക്ക് മനസ്സിലായി ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ ഇത്? എനിക്ക് കത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം അവിടുന്ന് വണ്ടി സ്പീഡ് വന്നിട്ട് ബ്രേക്ക് കിട്ടാണ്ടിരിക്കുവാണെങ്കിൽ നേരെ ഇവിടെ കൊണ്ടങ്ങ് കയറ്റിയാൽ മതി. അപ്പോൾ വണ്ടി എത്ര വലിയ സ്പീഡ് വരുന്ന വണ്ടിയാണെങ്കിലും അവിടെ നിന്നോളും. അതെന്തായാലും കൊള്ളാം കേട്ടോ. അത് സേഫ്റ്റിക്ക് അടിപൊളിയാണ്. ചില വണ്ടികളൊക്കെ കത്തിച്ച് വരുമ്പം പിടിച്ചാൽ ബ്രേക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങോട്ട് നേരെ അങ്ങ് കയറ്റിയാൽ മതിയല്ലോ. അവിടെ വണ്ടി ചാടത്തൊന്നുമില്ല. അത് നല്ല മണൽ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ വണ്ടി അവിടെ സെറ്റായി നിന്നോളും. അത് ഞാൻ പുറം രാജ്യത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങ് പോയേക്കാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പം കാണാനായിട്ട് പറ്റുന്നതാണ് ഗൈസ്. റോഡ് എടുത്ത് നോക്കുമ്പം കണ്ടോ, പക്ഷെ എൻ്റെ പൊന്നോ ഗൈസ്, ഇപ്പം നമ്മൾ ഏതോ ഒരു സിറ്റി, ഓക്കെ നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാൻഡിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു സിറ്റിയാണ്. സിറ്റി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ മോനെ, മാപ്പ് നോക്കുമ്പോൾ ഇതുവഴി എല്ലാം റോഡുകളാണ്. ഈ ഒരു ടൈം അത്ര റഷ് ഇല്ലാത്ത ടൈം ആയതുകൊണ്ടായിരിക്കാം
വണ്ടികളൊന്നും അങ്ങനെ കാണാൻ പറ്റാത്തത്. അത്യാവശ്യം വലിയൊരു ഇതാണ് കേട്ടോ ഇവിടെ. വലിയൊരു എന്താ പറയുക, ബസ് സ്റ്റാൻഡാണ്. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടെ എങ്ങാണ്ടാണല്ലോ പോകേണ്ടത്. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദാണ്ട് ഈ ഇതുവഴിയാണ് നമുക്ക് പോവേണ്ടത്. അപ്പം വേണ്ട സക്സസ്ഫുള്ളി കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ വണ്ടി എവിടെ സ്റ്റാൻഡിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാനല്ല ഓടിക്കുന്നത്, ഇനിയും വേറെ ഡ്രൈവർ വന്നാണ് കേട്ടോ ഓടിക്കുന്നത്. A few moments later. ഞാൻ ദേ വണ്ടി ഇവിടെ പാർക്കിംഗ് ഏരിയ കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയും വേറെ ഡ്രൈവർ വന്ന് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ വണ്ടി ഇവിടെ കിടക്കും കേട്ടോ. അതിന് ശേഷമായിരിക്കും വണ്ടി ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാനിനി എന്തായാലും ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഞാനിവിടെ എത്തിച്ച്. സൈഡിൽ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചു. KSRTC ആണെങ്കിൽ അതൊക്കെ സർവ്വസാധാരണമാണ്. അതൊരു മൈൻഡ് സെറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു 2 വീഡിയോ. ഇന്നലെ ഇന്നും കൂടെ നമ്മൾ KSRTCയുടെ വീഡിയോ ആണ് ഇട്ടത്. ഇനിയും നാട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് പുതിയ വണ്ടി എടുക്കേണ്ട പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.